ഹലോ എവ്രി വൺ, വെൽക്കം ടു കെംഫോർട്സ്. നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി ലെക്ചർ സീരീസിന്റെ 4th വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ടെട്രാഹെഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസിന്റെ കേസിലുള്ള ജിയോമെട്രിക്കൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസവും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ ബാക്കി കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന്റെ കേസിലുള്ള ഒപ്റ്റിക്കൽ ഐസോമറിസവും ജിയോമെട്രിക്കൽ ഐസോമറിസവും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ 1 by 1 ഓരോ മോളിക്യൂൾ എടുത്തിട്ട് അതിന്റെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ജിയോമെട്രിക്കൽ ഐസോമേഴ്സും നമ്മൾ കണ്ടുപിടിക്കും. ആൻഡ് നമുക്ക് ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടായിരിക്കും. അതായത് നമുക്ക് ഈ ഐസോമേഴ്സ് ഓരോന്ന് എഴുതി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം കണ്ടുപിടിക്കുന്നത്. സോ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഏത് കോമ്പിനേഷൻ തന്നു കഴിഞ്ഞാലും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് MA6 ആണ്. നോർമൽ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ മോളിക്യൂൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ ഒരു കേസിൽ നമുക്ക് എല്ലാ സൈഡ്സിലും A മാത്രമേ വരുള്ളൂ. സോ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ മാത്രമേ പോസിബിൾ ആയിട്ട് വരുന്നുള്ളൂ. കാരണം നമ്മൾ എനെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം സ്ട്രക്ചർ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇവിടെ ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ടോ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തുണ്ട്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഈ ഒരു പ്ലെയിൻ മാത്രമല്ല, വേറെ ഒരുപാട് പ്ലെയിൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ പ്ലെയിൻ വരക്കാം, ഡയഗണലി പ്ലെയിൻസ് വരക്കാം, ഇങ്ങനെ പ്ലെയിൻസ് വരക്കാം. സോ നമ്പർ ഓഫ് പ്ലെയിൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും 0 ആയിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത് MA6ന്റെ കേസിൽ 0 ആണ്. സോ ബേസിക്കലി ഒപ്റ്റിക്കൽ ഐസോമറിസവും ജിയോമെട്രിക്കൽ ഐസോമറിസവും എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് MA5B. ഓക്കെ, അതായത് ഒരു എനെ മാറ്റിയിട്ട് നമ്മൾ ഒരു B കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വരച്ചു നോക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ആറ്റം ആണോ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ആക്സിയൽ പൊസിഷനിൽ പ്ലേസ് ചെയ്യുക. കാരണം നമുക്ക് ഇമാജിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, ബട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മാത്രം. ഓക്കെ, സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ, നമ്മളിപ്പോൾ ഈ ബീനെ ഏത് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ. വേറെ കോമ്പിനേഷൻസ് കാര്യങ്ങളൊന്നും, വേറെ സ്ട്രക്ചേഴ്സ് ഒന്നും നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ജിയോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല. ആൻഡ് വാട്ട് അബൌട്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം? ഒപ്റ്റിക്കൽ ഐസോമറിസം ആണെങ്കിലും എക്സിബിറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്യും. 2Aയും റിഫ്ലക്ട് ചെയ്യും, ഇവിടുത്തെ 2Aയും റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസവും എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോംബോ എടുക്കാം. അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2Aനെ മാറ്റിയിട്ട് 2B കൊണ്ടുവരുന്നു. ദാറ്റ് ഇസ് MA4B2. അപ്പൊ ആദ്യം നമുക്ക് ഈ B, പുതിയ വന്നിട്ടുള്ള 2Bനെ സിസ് ആക്കി വരക്കാം. അതേപോലെ തന്നെ 2Bനെ നമുക്ക് ട്രാൻസ് ആക്കിയിട്ട് വരക്കാൻ വേണ്ടി പറ്റും. MAAB. ഇനി 2A നമ്മൾ ഈ ആക്സിയൽ പൊസിഷനിൽ വെച്ചു. സോ ഇവിടെ 2B സിസ് ആണ്, 2A സിസ് ആണ്, 2A ട്രാൻസ് ആണ്. നെക്സ്റ്റ് കോമ്പിനേഷനിൽ നമ്മൾ 2Bനെ നമ്മൾ ട്രാൻസ് ആക്കി വെക്കുന്നു. ഓക്കെ, 2A സിസ് ആണ്, ഇവിടുത്തെ 2Aയും സിസ് ആണ്. സോ ദിസ് ഇസ് സിസ് ഫോം ആൻഡ് ദിസ് ഇസ് ട്രാൻസ് ഫോം. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും കോമ്പിനേഷൻസ് പോസിബിൾ ആണോ? ഇങ്ങനെ നമ്മൾ ഓരോ കോമ്പിനേഷൻസ് വരച്ച് നോക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന ലിഗാൻസിനൊക്കെ 2 ആറ്റംസ് വീതം വരുന്ന പെയർസ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇപ്പം നമുക്ക് MA4B2 ആയതുകൊണ്ട് നമുക്ക് 2Aനെ ഒരു പെയർ ആയിട്ട് എഴുതാം, ബാക്കിയുള്ള 2A വേറൊരു പെയർ ആക്കാം, ബാക്കിയുള്ള 2B വേറൊരു പെയർ ആക്കാം. ഓക്കെ, ഇനി അടുത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, 2A ഒരു പെയർ ആയിട്ട് എഴുതി, 2Aയും 2Bയും ബാക്കിയുണ്ടല്ലോ, അതിന് AB ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഏതെങ്കിലും പെയർസ് പോസിബിൾ ആണോ? അല്ലല്ലോ. ഇപ്പം നമ്മൾ പോസിബിൾ ആയിട്ടുള്ള 2 പെയർസ്, 2 കോമ്പിനേഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തു. ഇങ്ങനെ നമുക്ക് എത്രമാത്രം കോമ്പിനേഷൻസ് പോസിബിൾ ആണോ അത്രയും നമ്പർ ഓഫ് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെയർസ് ആയിട്ട് എഴുതുക. എത്ര ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ഈ കോമ്പിനേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലിഗാൻസ് ആർ റിട്ടൺ ആസ് പെയർസ്. ഓക്കെ, പെയർസ് ആയിട്ട് എഴുതി നോക്കുക.
എന്നിട്ട് എത്ര ഇങ്ങനത്തെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ട് അത്രയായിരിക്കും അതിന്റെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് 2 ഐസോമർ ആണല്ലോ കിട്ടിയിട്ടുള്ളത്, ഇവിടെയും നമുക്ക് 2 കിട്ടിയിട്ടുള്ളത്. സോ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പെയർസ് ആയിട്ട് എഴുതി, ഈ പെയർസിൽ 2 ആറ്റംസും സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1 പെയറിലെങ്കിലും 2 ആറ്റംസും സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 3 പെയർസ് എടുത്തു കഴിഞ്ഞാലും ആറ്റംസ് സെയിം ആണ്, അറ്റ്ലീസ്റ്റ് 1 പെയർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യില്ല. സോ ഒബ്വിയസ്ലി ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യില്ല. ഇനി ഈ ഒരു കോംബോ എടുത്താൽ നോക്കിയാലും ഇവിടെയും നിങ്ങൾക്ക് ഒരു പെയറിന്റെ അകത്ത് 2 ആറ്റംസ് സെയിം ആണ്. സോ ഇവിടെയും ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്നിക്കിൽ നമുക്ക് ഇതേപോലെ പെയർസുകൾ സെയിം, ഒരു പെയറിന്റെ അകത്തുള്ള 2 ആറ്റംസ് സെയിം ആണോ നോക്കാം. ഇനിയിപ്പം നിങ്ങൾ എഴുതിയ എല്ലാ പെയർസിലും ആറ്റംസ് ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 പെയർസ് സെയിം ആണോ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 AB പെയർസ് ആണല്ലോ ഉള്ളത്, അതായത് 2 പെയർസും സെയിം ആണ് ബേസിക്കലി. അതിന്റെ അകത്തുള്ള ആറ്റംസ് ഡിഫറെന്റ് ആണെങ്കിലും ഇൻഡിവിജ്വൽ പെയർസ് എന്താണ്, സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോഴും നമ്മൾ പറയും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇഫ് എനി പെയർ ഹാസ് സെയിം ലിഗാൻഡ്സ്, ദാറ്റ് ഇസ് ഒന്നിക്കിൽ ഇങ്ങനെ AA, ഓക്കെ, അല്ലെങ്കിൽ BB, എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പെയറിന്റെ അകത്ത് സെയിം ലിഗാൻഡ്സ് വരാം. അല്ലെങ്കിൽ എന്താണ്, എനി ഓഫ് ദി 2 പെയർസ് ആർ സെയിം, ആ പെയർസ് തന്നെ സെയിം ആയിട്ട് വരാം. ഇപ്പം AB അപ്പൊ നമുക്ക് 2 പെയർസ് സെയിം ആയിട്ട് വന്നു. സിമിലർലി ഇപ്പൊ നമ്മൾ BC എന്നുള്ള പെയർ ആണെങ്കിൽ 2 BC പെയർസ്, ഓക്കെ, അങ്ങനെ വന്നാലും നമ്മൾ പറയും ഈ ഒരു കോംപ്ലക്സ് നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 2 കണ്ടീഷൻസ് ആണെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വരച്ച സ്ട്രക്ചർ നമുക്ക് നോക്കാം, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന്. നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടല്ലേ, ഈ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ആറ്റംസ് തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും, ഈ 2 ബോൺസ് റിഫ്ലക്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. സിമിലർലി നമ്മൾ ഇവിടെയും ഈ ഒരു കേസിലും നമുക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് പ്ലെയിൻസ് ഉണ്ടാവും കേട്ടോ, ഒരു പ്ലെയിൻ മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഒരു പ്ലെയിനെ കാണിക്കുന്നുള്ളൂ. പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഈ 2 എന്ന് കിട്ടി. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. ദെൻ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ അതും എന്തായിരിക്കും, 2 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഇനി ഡിഫറെന്റ് കോമ്പിനേഷൻസ് എടുത്തിട്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സും ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതേപോലെ MA4BC എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, MA4BC എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ടോട്ടൽ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ആ കോമ്പിനേഷൻ ഇവിടെ ചെയ്യുന്നില്ല, എളുപ്പമാണ്. കോമ്പിനേഷൻ എന്ന് പറയുന്നത് MA4BC ചെയ്തു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ 4 ആറ്റംസ് സെയിം ആയി, 2 ആറ്റംസ് ഡിഫറെന്റ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത കേസിൽ നമുക്ക് 3 ആറ്റംസ് സെയിമും 3 ആറ്റംസ് ഡിഫറെന്റും MA3B3 എടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ കോമ്പോസ് ആയിട്ട് എഴുതി നോക്കാം, MAA AB BB, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, MAB AB AB. ഇനി ഏതെങ്കിലും പോസിബിൾ ആണോ, ഇനിയൊന്നും പോസിബിൾ അല്ല. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കോ ഇല്ലോ എന്ന് എങ്ങനെ നോക്കിയാൽ മതി, വിത്തിൻ ദ പെയർസ് സെയിം ആറ്റംസ് ഉണ്ടോ, അല്ലെങ്കിൽ 2 പെയർസ് തന്നെ ഒരേപോലെ വരുന്നുണ്ടോ, അങ്ങനെ നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഈ പെയറിനകത്ത് 2 ആറ്റംസ് സെയിം ആണ്, ഇവിടെയും 2 ആറ്റംസ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. ഈ ഒരു പെയർ ആണെങ്കിലോ, ഇവിടെ ആറ്റംസ് ഒക്കെ ഡിഫറെന്റ് ആണ് വിത്തിൻ ദ പെയർ, ബട്ട് 2 പെയർസ്, ഇവിടെ 3 പെയർസും സെയിം ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു പെയറും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3Aയും 3B ആണല്ലോ ഉള്ളത്. ആദ്യത്തെ കേസിൽ നമുക്ക് 2A സിസ് ആക്കി എഴുതാം, അതേപോലെ 2Bയും സിസ് ആക്കി എഴുതാം.
ബാക്കിയുള്ള ഒരു എയും ഒരു ബിയും നമുക്ക് ട്രാൻസാക്ട് എഴുതി നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് രണ്ട് എയും സിസ് ആക്കി എഴുതി, രണ്ട് ബിയും സിസ് ആക്കി എഴുതി, ദെൻ ബാക്കിയുള്ള എയും ബിയും ട്രാൻസാക്ട് എഴുതി. ഇനി നമുക്ക് അടുത്ത കേസിൽ ഒരു കാര്യം ചെയ്യാം. രണ്ട് എനെ നമുക്ക് ട്രാൻസാക്ട് വെക്കാം. ദെൻ എന്താ ബാക്കിയുള്ളത്? രണ്ട് ബി ഉണ്ട്, രണ്ട് ബീനെ നമ്മൾ ട്രാൻസാക്ട് വെച്ചു. പിന്നെ ഇനിയുള്ള ഒരു എയും ഒരു ബിയും അതിനെ നമ്മൾ ട്രാൻസാക്ട് വെച്ചു. ഇവിടെ എയും ട്രാൻസ് ആണ്, ബിയും ട്രാൻസ് ആണ്, അതേപോലെ എയും ബിയും ട്രാൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ചെക്ക് ചെയ്തു, അതായത് രണ്ടും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. അതെങ്ങനെയാണെന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ നമ്മൾ ഈ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, അതായത് ഈ മെറ്റലിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന പ്ലെയിൻ, ബേസിക്കലി ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എ ബി ബോണ്ടിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് ഈ എം എ അതേപോലെ എം ബി ഈ ഒരു ബോണ്ടിനെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്ലെയിൻ ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ മിഡിലിൽ കൂടെ പോകുന്ന പ്ലെയിൻ ആണ്. അങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ബിയും റിഫ്ലക്റ്റഡ് ആവും, അതേപോലെ തന്നെ ഈ രണ്ട് എയും റിഫ്ലക്റ്റഡ് ആവും. സോ പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രക്ചർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ പ്ലെയിൻ നമുക്ക് പോസിബിൾ ആണ്. സോ ഈ എയും റിഫ്ലക്റ്റഡ് ആവും, അതുകൊണ്ട് തന്നെ പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസൻ്റ് ആണ്. സോ ഇതും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ആസ് എ ഹോൾ നമുക്ക് പറയാം രണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സും ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് 0 ആയിരിക്കും. സോ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതായത് MA3B3, ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളിപ്പോൾ വരച്ചപ്പം ഈ രണ്ട് ബീനെയും അതേപോലെ തന്നെ നമ്മുടെ തേർഡ് ബി, ഇവർ 3 പേരെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒക്ടാഹെഡ്രൻ്റെ ഒരു ഫേസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ 3 എസ് ഇവരെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫേസ് കിട്ടും. സോ ബേസിക്കലി ഇത് ഒരു ട്രയാഗണൽ ഫേസ് ഓഫ് ഒക്ടാഹെഡ്രൽ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് 3 സിമിലർ ആറ്റംസ് ഒക്ടാഹെഡ്രൻ്റെ ട്രയാഗണൽ ഫേസ് ആയിട്ടാണ് കിടക്കുന്നത്. അതേസമയം നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കേസിൽ 3 ബിയും ഒരേ പ്ലെയിനിലാണുള്ളത്. അതായത് മെറ്റലും ഈ 3 ബിയും ഒരേ പ്ലെയിനിലാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 എയും അതേപോലെ ഈ നടുക്കത്തെ മെറ്റലും ഒരൊറ്റ പ്ലെയിനിലാണ് ഉള്ളത്. സോ ഇതേപോലെ ഒക്ടാഹെഡ്രൻ്റെ ഫേസ് ട്രയാഗണൽ ഫേസിൽ നമുക്ക് 3 ആറ്റംസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പേഷ്യൽ ഐസോമർ എന്ന് പറയും. അതേസമയം നമ്മുടെ മെറ്റലും 3 ആറ്റംസും ഒരേ പ്ലെയിനിലായിട്ടാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? മെറിഡിയോണൽ ഐസോമർ എന്നാണ് പറയാം. ഓക്കെ, ഫേഷ്യൽ ഐസോമറും മെറിഡിയോണൽ ഐസോമറും. ഫോർ എക്സാമ്പിൾ വി ഹാവ് CONH3 ത്രൈസ് Cl3. അപ്പം നിങ്ങൾ നോക്കിയേ, നേരത്തെ വരച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ആ പ്ലെയിന് കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ 3NH3 ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒക്ടാഹെഡ്രൻ്റെ ഒരു ഫേസ് ആണ്. സിമിലർലി 3 Cലും they are situated at the face of an octahedron. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 2 NH3 സിസ് ആണ്, അതേപോലെ 2 Cലും സിസ് ആണ്, ദെൻ NH3യും Cലും സിസ് ആണ്. അതാണ് നമ്മൾ ഓൾറെഡി കണ്ടത്. സോ ബേസിക്കലി നമ്മൾ ഈ 3 NH3നെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ഒരു ഒക്ടാഹെഡ്രൻ്റെ ഒരു ഫേസ് ആണ് കിട്ടുന്നത്. അതാണ് ഈ ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നമ്മൾ ഈ 3 Clനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒക്ടാഹെഡ്രൻ്റെ മറ്റൊരു ഫേസ് കിട്ടും. സോ ഇങ്ങനെ കിട്ടുന്ന ഐസോമേഴ്സിനെയാണ് നമ്മൾ ഫേഷ്യൽ ഐസോമർ എന്ന് പറയുന്നത്. ഇനി മെറിഡിയോണൽ ഐസോമറിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 3 NH3യും ഒറ്റ പ്ലെയിനിലാണ് ഇരിക്കുന്നത് അല്ലേ? ഈ 3 NH3യും കോബാൾട്ടും മെറ്റലും ഒറ്റ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു പ്ലെയിൻ ആണ്. അതേസമയം നമ്മുടെ Cl കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 Cലും അതേപോലെ തന്നെ തേർഡ് Cലും ഈ ഒരു Cലും ഇവർ 3 പേരും ഇരിക്കുന്നതും എവിടെ തന്നെയാണ്? ഒറ്റൊരു പ്ലെയിനിലാണ്. ഇവരെ 3നെയും കട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലെയിൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ ഈ 2 Cലും ഒരേ ആക്സിസിലാണുള്ളത്. സോ ഈ ഒരു ആക്സിസിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ 3 Cl ആറ്റംസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഈ 2 പ്ലെയിൻസ് ഉണ്ടല്ലോ, അതായത് NH3ന്റെ ഈ ഒരു പ്ലെയിനും 3 Cl അടങ്ങിയിരിക്കുന്ന പ്ലെയിനും, ആ 2 പ്ലെയിൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ 3 NH3നെ നമുക്ക് സെയിം പ്ലെയിനിൽ കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ 3 Cl ലിഗാൻസിനെ നമുക്ക് സെയിം പ്ലെയിനിൽ കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഐസോമറിനെയാണ് മെറിഡിയോണൽ ഐസോമർ എന്ന് പറയാം. സോ ദിസ് ഇസ് എക്സ്ക്ലൂസീവ് ഫോർ ദി കോമ്പിനേഷൻ MA3B3. ഈ ഒരു കോമ്പോയിലാണ് നമുക്ക് ഇങ്ങനെ 2 ഐസോമേഴ്സ് പോസിബിൾ ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, അതായത് നമ്മൾ ഈ വരച്ച കേസിൽ, ഫേഷ്യൽ ഐസോമറിൻ്റെ കേസിൽ നമുക്ക് ഈ 2 NH3 നോക്ക്, അത് രണ്ടും 90 ഡിഗ്രിയിലാണുള്ളത് അല്ലേ. ആൻഡ് തേർഡ് NH3, ഈ NH3 എടുത്താൽ ഇതും 90 ഡിഗ്രിയിലാണ്. ആൻഡ് ദിസ് NH3, ഈ NH3യും ഈ ഒരു NH3 ഈ ബോണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും 90 ഡിഗ്രിയിലാണ്. അതായത് ബേസിക്കലി എല്ലാ ലിഗാൻസും ഫേഷ്യൽ ഐസോമറിൻ്റെ കേസിൽ 90 ഡിഗ്രി ആംഗിളിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെറിഡിയോണൽ ഐസോമർ കൺസിഡർ ചെയ്ത് നോക്കാം. മെറിഡിയോണൽ ഐസോമർ ആവുന്ന കേസിൽ നമുക്ക് എന്ത് വരും, ഈ 2 ആംഗിൾസ്, അതായത് ഇപ്പം Cl ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവർ രണ്ടും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അതേസമയം നമ്മുടെ ബാക്കിയുള്ള, അതായത് ഒരു ആക്സിയലിലും ഒരു ഇക്വറ്റോറിയലിലും കിടക്കുന്ന Cls തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഈ ഒരു ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി NH3 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും 180 ഡിഗ്രിയിലാണുള്ളത്. അതേസമയം നമ്മുടെ ഈ 2 NH3 തമ്മിൽ, അതായത് 2 സിസ് ആയിട്ടുള്ള NH3s തമ്മിലുള്ള ആംഗിൾസ് 90 ഡിഗ്രിയും 2 ട്രാൻസ് ആയിട്ടുള്ള NH3s തമ്മിലുള്ള ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ 180 ഡിഗ്രി വരുന്നുണ്ട്, 90 ഡിഗ്രിയും വരുന്നുണ്ട്. 180 ഡിഗ്രി എന്ന് പറയുന്നത് ട്രാൻസ്പൊസിഷനിലാണ് 2 സെയിം ലിഗാൻഡ് വരുന്നതെങ്കിൽ 180യും ദിസ് പൊസിഷനിൽ വരുന്ന ലിഗാൻഡ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ഇതാണ് ഫേഷ്യൽ ഐസോമറും മെറിഡിയോണൽ ഐസോമറും. നമുക്ക് ഇത് വായിച്ചു നോക്കാം. ഫേഷ്യൽ ഐസോമർ എന്ന് പറയുന്നത് it is also known as FAC. Okay, when 3 identical ligands occupy one phase of an octahedron, the isomer is said to be facial or FAC. അതായത് ആ ഫേസ് അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫേഷ്യൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ FAC isomer any 2 identical ligands are adjacent or cis to each other. നമ്മൾ കണ്ടു 2 ഐഡന്റിക്കൽ ലിഗാൻഡ്സ് അഡ്ജസൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 2 Clയും 2 NH3യും അടുത്തടുത്താണ്, അല്ലെങ്കിൽ സിസ് ആയിട്ട് വരും. ഇനി മെറിഡിയോണൽ ഐസോമർ അല്ലെങ്കിൽ ഐസോമർ എന്ന് വിളിക്കും നമ്മൾ ഇഫ് ദീസ് 3 ലിഗാൻഡ്സ് ആൻഡ് ദി മെറ്റൽ അയോൺ ആർ ഇൻ വൺ പ്ലെയിൻ, അതായത് അവരെല്ലാവരും ഒരേ പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ ഐസോമർ ഈസ് സെഡ് ടു ബി മെറിഡിയോണൽ ഓർ മെർ. എ മെർ ഐസോമർ ക്യാൻ ബി കൺസിഡർ ആസ് എ കോമ്പിനേഷൻ ഓഫ് എ ട്രാൻസ് ആൻഡ് സിസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ട്രാൻസ് ലിഗാൻഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ സിസ് ആയിട്ടും ഇവർ വരുന്നുണ്ട്. ഓക്കെ, സെയിം ലിഗാൻഡ് തന്നെ ട്രാൻസ് പൊസിഷനിലും വരുന്നുണ്ട്, cis പൊസിഷനിലും വരുന്നുണ്ട്, since it contains both trans and cis pairs of identical ligands. സോ ഇത്രയാണ് നമുക്ക് MA3B3ൻ്റെ കേസിലുള്ള ഫേഷ്യൽ ആൻഡ് മെറിഡിയോണൽ ഐസോമേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ 2 ഐസോമേഴ്സ്, അതായത് ഫേഷ്യൽ ഐസോമറും മെറിഡിയോണൽ ഐസോമറും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടു, നമ്മൾ പ്ലെയിൻ വരച്ച് നേരത്തെ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ നോക്കാം. ദാറ്റ് ഇസ് MA3B2C. നമ്മളിപ്പം MA3B3 ആണ് ചെയ്തത്, അതിൽ ബീനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് B2C ആക്കി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ കോമ്പോസ് എഴുതി നോക്കാം. MAAABBC ഇതൊരു കോംബോ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, AA ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എയും സി ഒരുമിച്ച് എഴുതാം, ബിയും ഒരുമിച്ച് എഴുതാം. ഓക്കെ, MAAAC അതേപോലെ BB. നെക്സ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, AC ഫിക്സ് ചെയ്ത് വെക്കാം, എയും ബിയും നമുക്ക് ഒരുമിച്ച് എഴുതാം, AB AC. ഈ 3 കോമ്പോസ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. സോ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നിങ്ങൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, സെയിം ഒരേ പെയറിൻ്റെ അകത്ത് സെയിം ലിഗാൻഡ്സ് വരുന്നുണ്ട്. സോ ദിസ് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ആൻഡ് ഹിയർ ഓൾസോ നമുക്ക് പെയർസ് സെയിം, ഒരു പെയർ വിത്തിൻ ദ പെയർ നമുക്ക് 2 ലിഗാൻഡ്സും സെയിം ആണ്. സോ ദിസ് ഇസ് ഓൾസോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. And in this case, 2 entire pairs are the same. So this is also optically inactive. So number of
ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് നമുക്ക് 3 കിട്ടും. ഇനി നെക്സ്റ്റ് കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, MA3BCD മൂന്നും ഡിഫറെൻ്റ് ആക്കി എഴുതാം. ആദ്യത്തെ കേസിൽ നമുക്ക് AA then AB അതേപോലെ CD. ഓക്കെ, ഇനി AA നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി AC-നെയും അതേപോലെ BD-നെയും ഒരുമിച്ച് എഴുതാം. നെക്സ്റ്റ് എന്താ പോസിബിലിറ്റി ഉള്ളത്, നമുക്ക് A-നും D-നും ഒരുമിച്ച് എഴുതാം, B-നെയും C-നെയും ഒരുമിച്ച് എഴുതാം. AD then BD. അടുത്ത കോമ്പിനേഷനിൽ നമുക്ക് AB AC AD, അതായത് 3 Aയും നമ്മൾ സ്പ്ലിറ്റ് ആക്കി എഴുതി. ഓക്കെ, സോ നമ്മുടെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എത്ര കിട്ടും, നമുക്ക് 4 ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ് നോക്കേണ്ടത്. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പോസിബിൾ അല്ല. ദെൻ ഹിയർ നമുക്ക് അഗെയിൻ 2 A വരുന്നുണ്ട്. ഹിയർ ഓൾസോ വി ഹാവ് 2A. സോ ദീസ് 3 ആർ നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇനി ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ദ പെയേഴ്സ് ഡിഫറെൻ്റ് ആറ്റംസ് ആണ്, അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള പെയേഴ്സും വരുന്നില്ല. സോ ദിസ് കോമ്പിനേഷൻ ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഓക്കെ, സോ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന സമയത്ത് പെയറിന്റെ അകത്തുള്ള ലിഗാൻസിനെ നമ്മൾ ട്രാൻസ് ആക്കി എഴുതിയാൽ മതി. എയും ബിയും ട്രാൻസ് ആണ്, ദെൻ ഹിയർ എയും സിയും ട്രാൻസ് ആണ്, ദെൻ ഹിയർ എയും ഡിയും ട്രാൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരച്ചു. ഇനി ഇതിന് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രിയും പോസിബിൾ അല്ല. അതായത് നമ്മൾ ഇതിന്റെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണല്ലോ ബേസിക്കലി ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, നമുക്ക് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് കിട്ടി. അതായത് നമുക്ക് ഇത് നമ്മൾ ഡി ഫോം ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ എൽ ഫോം ആയിരിക്കും. അതായത് ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആയിരിക്കും. ഓക്കെ, സോ പ്ലസും മൈനസും രണ്ടെണ്ണം പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് കിട്ടും, 2 ഐസോമേഴ്സ് ബേസിക്കലി പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു കോമ്പിനേഷനെ നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കി. ഈ ഒരു കോമ്പിനേഷനെ നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കി. അതായത് ഇപ്പം നമ്മൾ പ്ലസിനെയാണ് ഇൻക്ലൂഡ് ആക്കിയതെങ്കിൽ മൈനസ് ആയിരിക്കും ഒപ്റ്റിക്കൽ ഐസോമർ ആയിട്ട് വരുന്നത്. ഓക്കെ, മൈനസ് ഫോം ആണ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമർ വരുന്നത്. ഇനി മൈനസിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്ലസ് ആയിരിക്കും വരുന്നത്. സോ ഓൾറെഡി നമ്മൾ ഈ ജോമെട്രിക്കൽ ഐസോമറിൻ്റെ അകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ്, 2 തന്നെയാണ്. കാരണം നമുക്ക് ഈ 2 ഫോംസ് ഉണ്ട്, ഡി ഫോമും ഉണ്ട് എൽ ഫോമും ഉണ്ട്. പക്ഷേ നമ്മൾ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് പറയുന്ന സമയത്ത് ഈ 4ഉം 2ഉം 6 ആക്കി എഴുതാൻ പാടില്ല. കാരണം എന്താ, നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഐസോമറിൻ്റെ ഒരെണ്ണം ഈ ജോമെട്രിക്കൽ ഐസോമറിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 4ഉം പിന്നെ ഒരെണ്ണം മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പം 4 1 5 ഐസോമേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ സ്റ്റീരിയോ ഐസോമർ കാണുന്ന സമയത്ത് സ്റ്റീരിയോ ഐസോമർ ഇസ് ഈക്വൽ ടു ജോമെട്രിക്കൽ ഐസോമർ പ്ലസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഇങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഓൾറെഡി ജോമെട്രിക്കൽ ഐസോമറിൽ ഒരു ഫോം എടുത്തിട്ടുണ്ട്. നമ്മളോട് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമർ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തന്നെ പറയണം, അപ്പോൾ 1 എന്ന് പറയാൻ പാടില്ല. ഓക്കെ, നമ്മൾ സ്റ്റീരിയോ ഐസോമറിന്റെ എണ്ണം കാണുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1 ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ കോംബോ എന്ന് പറയുന്നത് MABCDEF, അതായത് 6 ലിഗാൻസും ഡിഫറെന്റ് ലിഗാൻസ് ആവുന്ന കേസാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ എഴുതി നോക്കുന്നതാണെങ്കിൽ കുറേ എഴുതാനുണ്ടാവും, കുറേ സെറ്റ് ഓഫ് കോമ്പോസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓർത്ത് വെക്കുക, നമുക്ക് ടോട്ടൽ 15 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ് ഉള്ളത്. 15 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ് വരുന്നത്. ആൻഡ് നമ്മൾ ഈ കണ്ടു ഈ എല്ലാ ലിഗാൻസും ഡിഫറെൻ്റ് ആണല്ലേ. എല്ലാ ലിഗാൻസും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഈ 15 എണ്ണം എന്തായിരിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, 15 എണ്ണം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും, ഈ 15ൻ്റെയും ഐസോമേഴ്സ് വരും. സോ 15 + 50 ദാറ്റ് ഇസ് 30 ഐസോമേഴ്സ് ആയിരിക്കും, 30 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആയിരിക്കും വരിക. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ ഒരു ജോമെട്രിക്കൽ ഐസോമർ
ഇതിലിപ്പോൾ 15 നിന്നും ഒരു ജോമെട്രിക്കൽ ഐസോമർ നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മൾ കൺസിഡർ ചെയ്തത് ഡി ഫോം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എൽ ഫോം ഉണ്ടാവും അല്ലേ? അങ്ങനെ 15 എണ്ണത്തിൻ്റെയും ഡി ഫോമും എൽ ഫോമും നമുക്ക് കിട്ടും. അതായത് പ്ലസും മൈനസും 15 എണ്ണത്തിൻ്റെയും പ്ലസും മൈനസും കിട്ടും. അതുകൊണ്ട് തന്നെ 15ഉം 15ഉം 30 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ് ഉണ്ടാവുക. ഇനി നമ്മളോട് സ്റ്റീരിയോ ഐസോമേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ 15ഉം 30ഉം കൂടി ആഡ് ചെയ്തിട്ട് എഴുതാൻ പാടില്ല, തെറ്റാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 15ഉം അതേപോലെ തന്നെ ബാക്കിയുള്ള 15 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. ഹാഫ് ഇൻറ്റു 30, അതായത് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഐസോമർ പ്ലസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആയിരിക്കും. കാരണം എന്താ, നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിൽ ഈ 13ൻ്റെ അകത്ത് 15 എണ്ണം എന്താണ് ജോമെട്രിക്കൽ ഐസോമറിൽ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ ഐസോമർ, അതായത് ഇപ്പം നമ്മൾ പ്ലസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മൈനസ് ഫോംസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണ്ടൂ, ബാക്കി കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 15ഉം 15ഉം ടോട്ടൽ നമുക്ക് 30 സ്റ്റീരിയോ ഐസോമേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമർ ചോദിച്ചു കഴിഞ്ഞാൽ 15 വരും, നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമർ ചോദിച്ചു കഴിഞ്ഞാൽ 30 വരും, ആൻഡ് നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ചോദിച്ചാലും 30 വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതി വെക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും നേരം നമ്മൾ കൺസിഡർ ചെയ്തത് നമ്മുടെ മോണോഡെൻഡേറ്റ് ലിഗാൻസിന്റെ കേസിലുള്ള ഐസോമേഴ്സ് ആയിരുന്നു. ഇത് കൂടാതെ നമുക്ക് ബൈഡെൻഡേറ്റ് ലിഗാൻസും പോസിബിൾ ആണ്. ഓൾറൈറ്റ്, നമ്മുടെ ബൈഡെൻഡേറ്റ് ലിഗാൻസ് കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് ഏത് നോക്കാം? MAA ത്രൈസ്, അതായത് MAA ത്രൈസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ വരുന്നത് COEN ത്രൈസ് 3+. ഓക്കെ, അതായത് ബൈഡെൻഡേറ്റ് ലിഗാൻഡിന്റെ അകത്തുള്ള രണ്ട് ഡോണർ ആറ്റംസും സെയിം ആവുന്ന കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. സോ നമുക്ക് വരച്ചു നോക്കാം. ഇതിൽ എല്ലാ ആറ്റംസും A തന്നെയാണ്, ബട്ട് നമ്മൾ നേരത്തെ പോലെയല്ല, ഇപ്പം നമുക്ക് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് വരുന്നത്. സോ ദിസ് ഇസ് ദി ഓൺലി പോസിബിലിറ്റി. ഇങ്ങനെ മാത്രമേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പം എങ്ങനെ വരച്ചാലും നമുക്ക് എല്ലാം A ആയതുകൊണ്ട് തന്നെ ജോമെട്രിക്കൽ ഐസോമറിസം ഇവിടെ നമുക്ക് പോസിബിൾ അല്ല, അല്ലേ? നമ്മൾ എങ്ങനെ വരച്ചാലും നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ? ഈ ഒരു രീതിക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഐസോമറിസം ഇവിടെ എക്സിബിറ്റ് ചെയ്യും. അതായത് ഇതിന് നമുക്ക് പ്ലസ് ഫോമും ഉണ്ടാവും മൈനസ് ഫോമും പോസിബിൾ ആണ്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ലിഗാൻസ് വരുന്നത്, അതായത് ലിഗാൻസിന്റെ ഇപ്പം നമുക്കിത് ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലിഗാൻഡ് വരുന്നത് എങ്ങനെയാ? ഇത് നമ്മുടെ ആക്സിയൽ പൊസിഷനിലും ഇത് ഇക്വറ്റോറിയൽ പൊസിഷനിലുമാണ്. സോ ഇവരെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിന് വരക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും ഇത് മേലെയും ഇത് താഴെയെന്ന് വിചാരിക്കരുത്. കാരണം എന്താ, ഇവര് ഈ 4 ആറ്റംസും ആക്ച്വലി ഈ 4 ആറ്റംസും നമുക്ക് ഒരേ പ്ലെയിനിലാണ് ഉള്ളത്. മറ്റേ 2 ആറ്റംസും ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ്. ബട്ട് ഇവർ രണ്ടാളും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പ്ലെയിൻ ഓഫ് സിമെട്രി പോസിബിൾ അല്ല. ഓക്കെ, സോ ബൈഡെൻഡേറ്റ് ലിഗാൻസ്, അതായത് നമുക്ക് 3 ബൈഡെൻഡേറ്റ് ലിഗാൻസ് വരുന്ന കേസിൽ ഒരിക്കലും നമുക്ക് എന്ത് പോസിബിൾ അല്ല? പ്ലെയിൻ ഓഫ് സിമെട്രി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ മൊളിക്യൂള് കൈറാൽ ആയിരിക്കും. സോ ഇതിന് പ്ലസ് ഫോമും മൈനസ് ഫോമും പോസിബിൾ ആണ്. സോ വി ക്യാൻ റൈറ്റ് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് 2 ആയിരിക്കും. സോ ഇവിടെ നോട്ട് ചെയ്യുക, കോംപ്ലക്സ് കണ്ടെയ്നിങ് 3 കീലേറ്റർ റിംഗ്സ് ആർ ഓൾവേസ് കൈറാൾ ആൻഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഓക്കെ, സോ ഇവരെല്ലാവരും ഉള്ളത് ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ്. അതായത് ഇത് എബവ് ദ പ്ലെയിൻ ആണ്. നമ്മളിപ്പം ഈ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ആക്ച്വലി ഈ ഒരു മൊളിക്യൂൾ എന്ന് പറയുന്നത് എബവ് ദ പ്ലെയിൻ ആണ്, ഇത് ബിലോ ദ പ്ലെയിൻ ആണ്. സോ ഇവർ തമ്മിൽ ബൈസെക്ട് ചെയ്യില്ല. കാരണം ഈ ബോൺസ്, ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോൺസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണുള്ളത്. സോ ഇവർ ഒരിക്കലും ബൈസെക്ട് ചെയ്ത് പോകുന്നില്ല. ഇനി നെക്സ്റ്റ് കോംബോ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ എടുത്തതിൽ 3 ബൈഡെൻഡേറ്റ് ലിഗാൻസ് ആയിരുന്നു. നമുക്ക് ഇനി അടുത്തതിൽ 2 ബൈഡെൻഡേറ്റ് ലിഗാൻഡും അതേപോലെ തന്നെ 2 മോണോഡെൻഡേറ്റ് ലിഗാൻഡും വെച്ച് നോക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് COEN ട്വൈസ് Cl2+. ഓക്കെ, ഈ ഒരു കോംപ്ലക്സ്. സോ ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ വരക്കാം? ഫസ്റ്റ് കേസിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ 2 ബൈഡെൻഡേറ്റ് ലിഗാൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് 2 മോണോഡെൻഡേറ്റ് ലിഗാൻസ് സിസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ 2 മോണോഡെൻഡേറ്റ് ലിഗാൻസ് സിസ് ആയിട്ടാണുള്ളത്. നെക്സ്റ്റ് കേസിൽ നമുക്ക് 2 മോണോഡെൻഡേറ്റ് ലിഗാൻസിന് ട്രാൻസ് ആക്കി വരക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്.
സോ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നോക്കണം. ഈ ഒരു കേസിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്തായാലും എന്ത് കിട്ടില്ല, പ്ലെയിൻ ഓഫ് സിമെട്രി പോസിബിൾ ആയിട്ട് വരില്ല. ഓക്കെ, കാരണം ഇവര് ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഡിഫറെന്റ് പ്ലെയിൻസിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ പോലും ഇവർ രണ്ടുപേരും റിഫ്ലക്ട് ചെയ്യുന്നില്ല, അതായത് ഡിഫറെന്റ് പ്ലെയിൻസിലാണ് ഇരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഐസോമർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ആൻഡ് റിമെമ്പർ ദിസ് ഇസ് സിസ് ഫോം, ദിസ് ഇസ് ട്രാൻസ്ഫോം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഐസോമർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡ്, ഹോൾ ബൈഡൻഡേറ്റ് ലിഗാൻഡ്, രണ്ട് ലിഗാൻഡ്സും എന്താണ്, സെയിം പ്ലെയിനിലാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ബേസിക്കലി ഇവിടെ നമുക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ അല്ല. ഇനി ജോമെട്രിക്കൽ ഐസോമേഴ്സ് രണ്ടെണ്ണം കിട്ടി, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ത് കിട്ടും, രണ്ടെണ്ണം കിട്ടും. കാരണം ഇതിന്റെ ഡി ഫോമും നമുക്ക് ഉണ്ടാവും, എൽ ഫോമും ഉണ്ടാവും, പ്ലസും മൈനസും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജോമെട്രിക്കൽ ഐസോമറിൽ ഓൾറെഡി ഇത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യമേ ഒരു ഫോമിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ geometrical isomers plus half into number of optical isomers. So this is 2 plus 1, that is 3. So total number of stereo isomers എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത കോംബോ എടുത്ത് ചെയ്ത് നോക്കാം. അതായത് MAA twice A2 അല്ലേ നമ്മളിപ്പോൾ ചെയ്തത്, ഇതിന് പകരം നമുക്ക് MAA twice AB ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എനെയും ബിനെയും ഫസ്റ്റ് കേസിൽ സിസ് ആയിട്ട് വെക്കാം, and second കേസിൽ നമുക്ക് ട്രാൻസ് ആക്കി വെക്കാം. ഓക്കെ, സോ ഹിയർ എ ആൻഡ് ബി ആർ ദിസ്, ആൻഡ് ബാക്കി ഐഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്, സോ ഇങ്ങനെ വരും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കേസിൽ എയും ബിയും ട്രാൻസ് ആണ്, ആൻഡ് ഇക്വറ്റോറിയൽ പൊസിഷനിൽ നമുക്ക് ഐഡൻറ്റേറ്റ് ലിഗാൻഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും, 2 കിട്ടും. This is cis form and this is trans form. Okay, സിസിന്റെ കേസിൽ നമുക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി പോസിബിൾ ആയിരിക്കോ, ഒരിക്കലും പോസിബിൾ ആവില്ല. നമ്മൾ എങ്ങനെ പ്ലെയിൻ വരച്ചാലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തുണ്ടാവും, പ്ലസ് ഫോമും ഉണ്ടാവും മൈനസ് ഫോമും ഉണ്ടാവും. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് അല്ല, സോ ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇനി ഈ ഒരു ഇത് കൺസിഡർ ചെയ്ത് നോക്കിയേ, ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ വരക്കുന്നു, അതായത് മെറ്റലിനും MA MB ഈ ബോൺസിനെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ രണ്ട് ആറ്റംസ് തമ്മിൽ ഈ രണ്ട് ആറ്റംസും റിഫ്ലക്ട് ചെയ്യും, ഈ ആറ്റംസ് തമ്മിൽ റിഫ്ലക്ട് ചെയ്യും, ഇവരുടെ ബോണ്ടും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. സോ ദിസ് ഇസ് ഹാവിംഗ് പ്ലെയിൻ ഓഫ് സിമെട്രി, therefore this is optically inactive. ഇനി നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് 2 കിട്ടി. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ത് വരും, നമുക്ക് ഇവിടെ ഇതിന്റെ പ്ലസ് ഫോമും മൈനസ് ഫോമും ഉണ്ട്, സോ ഇറ്റ് ഇസ് അഗൈൻ 2. നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ 2 plus half into 2, that is 3. Okay, so this is the case of MAA twice AB. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് MAA twice അതേപോലെ തന്നെ BB. ഓക്കെ, ഈ ഒരു കേസിൽ ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് COEN twice ഓക്സലേറ്റ് ലിഗാൻഡ് OX പ്ലസ്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഐസോമർ വരയ്ക്കുന്ന സമയത്ത് രണ്ട് A വന്നു, 2A അതേപോലെ 2B. ഓക്കെ, ഇപ്പം എങ്ങനെ വരച്ചാലും ഇങ്ങനെ ഈ ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് നോ പ്ലെയിൻസ് ഓഫ് സിമെട്രി, ദാറ്റ് ഈസ് പ്ലസ് ആൻഡ് മൈനസ് ഇസ് പോസിബിൾ. സോ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുമോ, ഇല്ല അല്ലേ. ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് 0. ഇറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം, ബട്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത് രണ്ട് ഐസോമേഴ്സ് പോസിബിൾ ആണ്. സോ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. ഇവിടെ നമ്മൾ 1/2 × 2 ഒന്നും ചെയ്തിട്ടില്ല, കാരണം ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഓൾറൈറ്റ്, അപ്പം ഇതാണ് നമ്മുടെ MAA twice BBന്റെ കേസിലുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് MAB thrice. അതായത് ബൈഡൻറ്റേറ്റ് ലിഗാൻഡിലുള്ള ഡോണർ ആറ്റംസ് ഡിഫറെൻ്റ് ആണ് 3 ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്സിൻ്റെ കേസിലും. സോ
സോ GOCLY ത്രൈസ് ഇതാണ് എക്സാമ്പിൾ വരുന്നത്. GLY നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഗ്ലൈസിനേറ്റീവ് ലിഗാൻഡ് ആണ്. NH2 CH2 CO മൈനസ് ആണ്. ഇതിൽ ഓക്സിജനും ഡൊണേറ്റ് ചെയ്യും, നൈട്രജനും ഡൊണേറ്റ് ചെയ്യും. അതാണ് കേസ്. നമുക്ക് വരച്ചു നോക്കാം. സോ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിട്ടില്ലേ, അതായത് MA3B3 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫേഷ്യൽ ഐസോമറും മെറിഡിയോണൽ ഐസോമറും കിട്ടിയ കേസ്. ആ ഒരു സിമിലർ കേസാണ് ഇവിടെ വരുന്നത്. കാരണം എന്താ, നമുക്ക് MA 3Aയും B ആണുള്ളത്. ബൈഡൻഡേറ്റ് ലിഗാൻഡ്സ് ആണെങ്കിലും കൂടി നമുക്ക് അങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരക്കാൻ വേണ്ടി പറ്റും, 2 A's 6 ആയിട്ടും ഒരു A അതിന്റെ ട്രാൻസ്പൊസിഷനിലും. സോ ദിസ് ഇസ് ഫേഷ്യൽ ഐസോമർ. ആൻഡ് രണ്ടാമത്തെ കേസിൽ നമ്മൾ വരക്കുന്ന സമയത്ത് 3Aയും 3Bയും ഒരേ പ്ലെയിനിലാക്കി വരക്കാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ വരക്കാം, ഈ ഒരു കോംബോ, ദിസ് ഇസ് AB, ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡ്. ഇനി A അതേപോലെ B. ഓക്കെ, നെക്സ്റ്റ് കേസിൽ B അതേപോലെ ഇവിടെ എന്ത് വരും, A വരും. നിങ്ങൾ നോക്കിയേ, ഇതിൽ 3Bയും ഏത് പ്ലെയിനിലാണ് വരുന്നത്, സെയിം പ്ലെയിനിലാണ് വരുന്നത്. ദാറ്റ് ഇസ് മെറിഡിയോണൽ ഐസോമർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ജിയോമെട്രിക്കൽ ഐസോമർ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ നമുക്ക് 2 കിട്ടി. ഇനി ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്തായിരിക്കും, എന്ത് വരും, ഉറപ്പായിട്ടും നമുക്ക് 3 കിലേറ്റിംഗ് ലിഗാൻഡ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു 3 കിലേറ്റിംഗ് ലിഗാൻഡ്സ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. സോ രണ്ടിനും എന്ത് കാണാൻ പറ്റും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ത് വരും, ഫേഷ്യലിന്റെ 2 ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ടാവും, മെറിഡിയോണൽ ഫോമിന്റെ 2 ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ടാവും. സോ ടോട്ടൽ 4 വരും. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, ജോമെട്രിക്കൽ പ്ലസ് ഹാഫ് ഇൻറ്റു ഒപ്റ്റിക്കൽ വരും. Okay, that is 2 plus half into 4, which is 4. So these are the number of stereo isomers. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയാണ് നമുക്ക് സ്റ്റീരിയോ ഐസോമറിസം ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന്റെ കേസിൽ പറയാനുള്ളത്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, ബട്ട് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു ഐസോമറും വരക്കാവുന്നതേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. ആൻഡ് നമ്മൾ ഇപ്പം ഈ ഡിസ്കസ് ചെയ്തതിൽ മോസ്റ്റ് ഓഫ് ദ കേസ്, അതായത് നമ്മുടെ എക്സാമിന് മിക്കവാറും നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കോമ്പിനേഷൻസ് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള ഐസോമേഴ്സ് വരാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അതുകൊണ്ട് മിക്കവാറും നമുക്ക് ഈ തന്ന കോമ്പിനേഷൻസിലുള്ളതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കോർഡിനേഷൻ്റെ. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.